നിങ്ങളുടെ കുഞ്ഞിന് 2 വയസ്സായോ? പേടിക്കണ്ട, ഓടി രക്ഷപ്പെടാനൊന്നും പറ്റൂല, പിടിച്ചു നിന്നേ പറ്റൂ. ടു ഇയേഴ്സ് ടാൻട്രം എന്ന് പറയും. നമ്മളിത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. 2 വയസ്സാകുമ്പോൾ എന്താണ് ഈ കുഞ്ഞിന് പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തും ഏതും പ്രശ്നമാണ്. നമ്മൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ അതിനും പ്രശ്നം. ഇന്നലെ രാവിലെ ബ്രഷിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് തേച്ചിട്ട് ബ്രഷ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടാണ് പല്ല് തേച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ബ്രഷിൽ വെള്ളം തേക്കാതെ പേസ്റ്റ് തേച്ചിട്ട് കൊടുത്താൽ അത് പ്രശ്നം. ഇന്നലെ നമ്മൾ ഇടത്തെ തോളിലെടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്, ഇന്ന് നമ്മൾ വലത്തെ തോളാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ അതും പ്രശ്നം. ഈ ടാൻട്രം ഉണ്ടല്ലോ, കരച്ചിൽ, ബഹളം, ദേഷ്യം, എടുത്തെറിയുന്നു, നിലത്ത് കിടന്നുരുളുന്നു, എന്തെല്ലാം രീതിയിലാണ് പുറത്തു വരുന്നത്. ഞാൻ അനുഭവിച്ച ഒരു പ്രധാന പ്രശ്നം എന്നറിയാമോ? 2 വയസ്സാകുമ്പം ഉടുപ്പിന് അലർജി. ഉടുപ്പ് വന്ന അലർജി, ഉടുപ്പിടില്ല, എന്ത് ചെയ്താൽ ഇടില്ല. എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലും വീട്ടിലിടുന്ന ബെറ്റിക്കോട്ട് പോലത്തെ ഉടുപ്പല്ലാതെ ഇടത്തില്ല. അത് ഈ ഫ്രില്ല് പോലുള്ള ഫ്രോക്ക് ഇടണമെന്ന് ഞാനൊരു കാലത്ത് നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. എങ്കിൽ പോലും ഒരു വീറും വൃത്തിയുള്ള സാധനം ഇട്ടുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകണ്ടേ, ഇടില്ല എന്ന് വെച്ചാൽ ഇടില്ല. അപ്പോൾ 2 വയസ്സാണ് നിങ്ങളുടെ കൊച്ചിനെങ്കിൽ എന്താണ് ഈ കുഞ്ഞ് ഇങ്ങനെ, എൻ്റെ കുഞ്ഞു മാത്രം എന്താണ് ഇത്രയധികം ബഹളം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മക്കൾ 2 വയസ്സാകുമ്പം ഇതായിരുന്നു സ്വഭാവം. ഇത് പ്രധാനമായും ഉണ്ടല്ലോ അവരുടെ വളർച്ചയുടെ മൈൽ സ്റ്റോൺസിൻ്റെ ഭാഗമായി തന്നെ വരുന്നതാണ്. 2 വയസ്സെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ആ ഇൻഡിപെൻഡൻസ്. നമുക്ക് പല കാര്യങ്ങളും, ഒരു തീരെ കുഞ്ഞായിരുന്നല്ലോ, പതുക്കെ വലുതായി, മുട്ടിലെഴയുന്നു, നടക്കുന്നു, 1 2 വാക്കുകൾ പറയുന്നു, അമ്മ അച്ഛ എന്നൊക്കെ പറയുന്നു, ആ വീട്ടിൽ വലിയ സന്തോഷമാകുന്നു. അങ്ങനെ പതുക്കെ കുഞ്ഞു വലുതാവുന്നതിൻ്റെ വലിയ ഒരു ഘട്ടമാണ് ഈ 2 വയസ്സെന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഇൻഡിപെൻഡൻസ് മനസ്സിലാവുകയും അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവർ വിചാരിക്കുന്ന അത്രയും കാര്യങ്ങൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് കുഞ്ഞുങ്ങൾ പോകുന്നത്. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്, എന്നാൽ എല്ലാം നല്ല പലതും നമ്മളെ കൊണ്ട് ആരും ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കുഞ്ഞിന് മനസ്സിലായോ? അപ്പോൾ ഈ 2 വയസ്സിൽ അവരവരുടെ ഇൻഡിപെൻഡൻസ് സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കുകയും നമ്മൾ അത് എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും ബൗണ്ടറീസ് എന്താണെന്ന് മനസ്സിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ്. അവർക്ക് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്, എന്നാൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പലതും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കി പലതും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമോഷൻസൊക്കെ അവർക്ക് മനസ്സിലാവുന്ന പ്രായമാണ് കേട്ടോ. 2 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കുഞ്ഞിലെ പോലെ തന്നെ ഈ ഇമോഷൻസ്, സന്തോഷം, സങ്കടം, ദേഷ്യം, അങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പറക്കി എറിഞ്ഞിച്ച് നമ്മൾ കുഞ്ഞുങ്ങളോട് നോ 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 എന്ന് പറയരുത്. നമ്മളും വളരെ ശ്രദ്ധിക്കണം. നമ്മളും വളരെ പേഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമാണ് കുഞ്ഞുങ്ങളുടെ 2 വയസ്സ്. അപ്പം നമ്മൾക്കും ദേഷ്യം വരും, നമ്മൾ മനുഷ്യരല്ലേന്നേ. നമുക്കൊന്ന് കുളിപ്പിച്ചിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ. എന്നാൽ കുളിപ്പിക്കാൻ പോയപ്പം നമ്മൾ ഓറഞ്ച് കപ്പിന് പകരം മഞ്ഞ കപ്പ് എടുത്തു എന്നും പറഞ്ഞിട്ട് അവിടെ വഴക്ക് നടക്കുമായിരിക്കും. സത്യം, നമ്മുടെ ടെമ്പർ തെറ്റും, പക്ഷെ തെറ്റിയിട്ട് ഒരു കാര്യമില്ല, കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ടെമ്പർ തെറ്റാതെ ഒരു 3 തവണ ശ്വാസം ഇങ്ങനെ എടുത്തു വിട്ടിട്ട്, അയ്യോ മഞ്ഞക്കപ്പായിരുന്നോ, അമ്മയ്ക്ക് തെറ്റിപ്പോ, അയ്യോ അമ്മയുടെ ഒരു കാര്യം, മഞ്ഞക്കപ്പ് കൊണ്ടല്ലേ നമ്മൾ കുളിക്കണ്ടേ, ഓറഞ്ച് കപ്പ് കൊണ്ട് ആരെങ്കിലും കുളിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ മഞ്ഞക്കപ്പൊക്കെ എടുക്കണം. പക്ഷെ അതിനർത്ഥം എല്ലാ ടാൻട്രമും നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നല്ല, അത് പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഈ ടാൻട്രംസ് എല്ലാം സമ്മതിച്ചു കൊടുക്കലല്ല, പക്ഷേ ഒരു നയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മൾ ദേഷ്യപ്പെട്ടോ, കുരഞ്ഞു പോകരുത്, നിൻ്റെ കുരയുന്ന ശബ്ദം ഇവിടെ കേട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ചാടി തുള്ളിക്കൊണ്ട് ചെന്നാൽ ഇത് ഒരു നടക്കേ പോവില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഡിസ്ട്രാക്ട് ചെയ്ത് ആ ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ നമ്മളും ബഹളം പിടിക്കാൻ പോകരുത്. നമ്മളും ഒരു ഇച്ചിരി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നമ്മൾ ഡിസ്ട്രാക്റ്റ് ഒക്കെ ചെയ്ത് മറ്റ് പല കഥകളും ഒക്കെ കാണിച്ച് മറ്റേ കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയൊക്കെ അതൊന്ന് പരിഹരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്, നമുക്കിത് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നും ദിവസങ്ങൾ. അതുപോലെ പ്രശ്നങ്ങളാണ്. അവരും ഭയങ്കര അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വാശിയൊക്കെ മുറുക്ക പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ ഇമോഷൻസ് കൈകാര്യം ചെയ്യാനാണ് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കേണ്ടത്. അപ്പോൾ അവർക്ക് വിഷമം വന്നാൽ നമുക്ക് ചിലപ്പോൾ കരയും, നമുക്കതിനെ അതിജീവിക്കാൻ പറ്റണം. അവരിപ്പം ദേഷ്യപ്പെട്ടു വഴക്കുണ്ടാക്കി ഒരു കളിപ്പാട്ടം എടുത്ത് എറിഞ്ഞു, അപ്പം അവരെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്കാവും. അത് എറിഞ്ഞു, ശരി, അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു, ഡിസ്ട്രാക്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് എടുത്ത് വെച്ചിട്ട് കാണിക്കണം,
മോൻ ഇത് എറിഞ്ഞോ, എന്തോ പറ്റിയ, മോന് ദേഷ്യം വന്നുകൊണ്ടാണോ എറിഞ്ഞത്, മോക്ക് വിഷമം വന്നുകൊണ്ടാണോ എറിഞ്ഞത്? അയ്യോ, വിഷമം വരുമ്പോൾ അങ്ങനെ ഒന്നും എടുത്തെറിയേണ്ട കാര്യമൊന്നുമില്ല, അമ്മ എടുക്കാൻ വന്നാൽ മതി, അമ്മയോട് പറയണം മോക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ. എന്തിനാ ദേഷ്യം വന്നേ, ആ സിറ്റുവേഷൻ എന്താണെന്ന് കുഞ്ഞു പറയട്ടെ, കുഞ്ഞ് എക്സ്പ്രസ് ചെയ്യട്ടെ. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അത് വേറെ എന്തെങ്കിലും എടുത്തെറിഞ്ഞോ നമ്മൾ കിടന്നുരുണ്ടോ അല്ല നമ്മളത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആ ഇമോഷൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കണമെന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിച്ചു കൊടുക്കേണ്ട ഒരു പ്രായമാണ് ഈ 2 വയസ്സ്. 2 വയസ്സുള്ള ഉള്ള കുഞ്ഞിന് എന്നാ മനസ്സിലാവാനാണെന്ന് വിചാരിക്കരുത്. കുഞ്ഞുങ്ങൾക്കെല്ലാം മനസ്സിലാവും നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞു കൊടുത്താൽ. അവരെ നമ്മൾ ഒരു ഈക്വലായിട്ട് കാണുന്ന പോലെ അവർക്ക് തോന്നും. നമ്മൾ ഈ കാര്യങ്ങൾ അവരോട് കാര്യമായി തന്നെ സംസാരിക്കണം. നമ്മൾ കാര്യമായിട്ട് സംസാരിക്കണമെന്നേ മക്കളോട്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് തറുതല പറയാനും പിന്നെ നീ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിനെ ലൈറ്റാക്കി കളയൊന്നും ചെയ്യരുത്. അവരെയും ഗൗരവത്തോടെ എടുക്കണമെന്നേ. എന്തെങ്കിലും ചിലവുള്ള കാര്യമാണ്, നമ്മുടെ പിള്ളേരല്ലേ, അവരെയും ഗൗരവത്തോടെ എടുക്കണം. അവരോട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അവരെ മനസ്സിലാക്കുകയും ചെയ്യണം. അതുപോലെ വലിയ പ്രശ്നം വരുന്ന കാര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്, അവർക്ക് വിശപ്പ്, പിന്നെ ഓവർ ടയർഡ്നെസ്. ഈ 3 പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത് വന്നു കഴിഞ്ഞാൽ ഈ 2 വയസ്സുകാരനെ കൊണ്ട് നിങ്ങൾ വലയത്തേ ഉള്ളൂ. ഒന്നാമത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും, ഈ കുഞ്ഞുങ്ങളല്ലേ ഓടിക്കളിക്കും ചാടിക്കളിക്കും, നമ്മളത് സേഫായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മളവിടെ സൃഷ്ടിച്ച് വെക്കണം. നമ്മൾ ഈ കത്തിയും കടാരയും വെട്ടുകത്തിയും ഷാർപ്പ് ഒബ്ജക്ട്സും എല്ലാം ഹോളിൽ കൊണ്ടിട്ടിട്ട് കുഞ്ഞിനെയും കൂടെ കൊണ്ടിടരുത്. അതൊക്കെ നമ്മൾ ഒഴിവാക്കി കുറച്ച് ബേബി സേഫ് ആക്കണം എൻവയോൺമെൻറ്റ്. പിന്നെ എവിടെ എന്ത് ചെയ്താലും അതിനെല്ലാം നമ്മൾ ഈ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കരുത്. അവർക്ക് അവരുടെ ഈ എനർജി മുഴുവൻ എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ. രണ്ടാമത്തെ കാര്യം, വിശന്നിരിക്കരുത്. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ഒരു റുട്ടീൻ ഉണ്ടാവണം. അവർക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും കയറി ഇറങ്ങി ബിസ്ക്കറ്റ് കഴിക്കുക, നമ്മൾ അവർക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും. എന്നാൽ അപ്പൂപ്പൻ കഴിക്കുമ്പോൾ 2 വാ, അമ്മൂമ്മ കഴിക്കുമ്പോൾ 3 വാ, അച്ഛൻ കഴിക്കുമ്പോൾ 4 വാ, ഇങ്ങനെ കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. വിശപ്പ് അവരറിയണം, ആ വിശപ്പിന് അവർ കഴിക്കണം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി 4 നേരമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. 2 വയസ്സാകുമ്പോഴത്തേനും അത് സെറ്റാവണം കേട്ടോ. ഏകദേശം ഈ 4 നേരത്തെ ഭക്ഷണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു സ്നാക്ക് കൂടെ, ഈ 2 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളെങ്കിൽ രാവിലത്തെ ഒരു സ്നാക്ക്, 11 മണിയുടെ ഒരു സ്നാക്ക് കൂടെ കൊടുക്കാം, എന്തെങ്കിലും ഫ്രൂട്ടോ മറ്റോ. അല്ലാണ്ട് ബിസ്ക്കറ്റും എല്ലാം കൂടെ വാരിക്കൊരു കൊടുക്കരുത്. ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്താൽ മതി സ്നാക്കായിട്ട്. അവർ വിശപ്പ് അറിയണം, അവരുടെ വിശപ്പ് പോകണം. ആ വിശപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ വിശപ്പിലാണ് മിക്കവാറും ഈ ടയേർഡ്നെസ്സൊക്കെ വന്ന് കുഞ്ഞുങ്ങൾ വാശി പിടിക്കാനുള്ള പ്രധാന കാരണം. അപ്പം നമ്മൾ വിശപ്പ് മാറി നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതൊരു സെറ്റ് റുട്ടീൻ ഉണ്ടാവണം. പിന്നൊന്ന്, അവരുടെ റുട്ടീനിൽ വരുന്നതാണ് സ്ലീപ്പ്. പലപ്പോഴും നാപ്പ് ഉണ്ടാവും. ഈ 2 വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നാപ്പ് ഉണ്ടാവും. ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം നാപ്പ് ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾ ഒരു നാപ്പ് എടുക്കുന്നുണ്ടാവില്ല, ഉച്ച കഴിഞ്ഞത്തെ നാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മുടക്കല്ലേ. നമ്മുടെ കിഴക്കേലെ അപ്പച്ചി വരുന്നുണ്ട്, കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന. അവരൊന്ന് വന്നിട്ട് കൊച്ചിനെ കാണിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു വെച്ചാൽ അവർ വരുമ്പോഴത്തേനും ഈ ഉറങ്ങാൻ പറ്റാത്ത കുഞ്ഞ് പ്രാന്ത് പിടിച്ച് അവരെ കൂവി ബഹളമാക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ അപ്പച്ചിയെ കാണിക്കാനും കുഞ്ഞമ്മയെ കാണിക്കാനും ഒന്നും കുഞ്ഞുങ്ങളുടെ റുട്ടീൻ മാറ്റി വെക്കരുത്. അവർക്ക് ഉറങ്ങിയില്ലെങ്കിൽ അവർ ഓവർ ടയേർഡാവും. ഓവർ ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല. ഭയങ്കരമായിട്ട് ടയേർഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല. അതുകൊണ്ട് ആ ഉറങ്ങുന്ന സമയത്ത് തന്നെ കൊച്ചിനെ ഉറക്കുക. ആ അപ്പച്ചി കുറച്ച് നേരം ഇരുന്നോളൂ, അത് കഴിഞ്ഞ് അപ്പച്ചിയെ നമുക്ക് കുഞ്ഞിനെ കാണിക്കാം. അതുകൊണ്ട് കുഞ്ഞിനെ ഉറങ്ങേണ്ട സമയത്ത് അപ്പച്ചിയോട് വരരുതെന്ന് പറ, അല്ലെങ്കിൽ അപ്പച്ചി ഉറങ്ങുന്ന കുഞ്ഞിനെ കാണിച്ചാൽ മതി. ആ കൊച്ചിനെ അങ്ങടെ കിടത്തി ഉറക്ക്, അതൊന്ന് ഉറങ്ങിക്കോട്ടെ. അവർക്ക് ഈ എനർജി എല്ലാം ഉപയോഗിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് അവർക്കൊരു സെറ്റ് ഇതുണ്ട്, ഈ ബോഡി ക്ലോക്ക് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനമുണ്ട്. അവർക്ക് ആ നാപ്പ് മിസ്സായി കഴിഞ്ഞാൽ അവർ ഓവർ ടയേർഡാവും. പിന്നെ ഇനി നമ്മൾ ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തുമില്ല. ആ ഉള്ള ഉറക്കം പോവുകയും ചെയ്തു, ആകെ പോകാം. അതുകൊണ്ട് ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കരുത്. പ്രത്യേകിച്ച് 2 വയസ്സുള്ള പിള്ളേരോട് അവർക്ക് കിടന്നുറങ്ങാനുള്ളപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കണം. അപ്പച്ചിയും കുഞ്ഞമ്മയൊക്കെ പിന്നാണേലും വരും. പിന്നൊരു കാര്യം, ഓവറായിട്ട് സ്റ്റിമുലേറ്റഡ് ആവരുത്. ചിലപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ പൊതുവേ നമുക്ക് ഒരുപാട് കുട്ടികളൊന്നും നമ്മുടെ വീടുകളിലൊന്നും കളിക്കാൻ എപ്പോഴും ഉണ്ടാവില്ലല്ലോ, കൂട്ടുകുടുംബമൊന്നും അല്ലല്ലോ. കൂടുതൽ കുട്ടികളുണ്ടായിട്ട് ഒരുപാട് ഓടിക്കളിക്കുകയോ ഒരുപാട് ചിരിച്ചു മറിയോ അങ്ങനെ ഓവറായിട്ട് പോകാതെ നിങ്ങളൊന്ന് നോക്കണം. കുറച്ച് നേരം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഒരു ക്വയറ്റ് ടൈം അവർക്ക് കൊടുക്കണം. ഓവർ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവരുടെ വാശിയും ബഹളവും ഇതൊക്കെ പോകും. കുഞ്ഞുങ്ങളല്ലേ, സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ആ ഓവർ സ്റ്റിമുലേഷൻ, അതാണ് നമ്മുടെ പല ഷോസും ഇല്ലേ, ഇപ്പം നമ്മൾ TV-യിൽ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന പല ഷോസിനും എതിരെ ആളുകൾ പറയുന്നത് അത് ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അതായത് പെട്ടെന്ന് കട്ട്സ് വന്നിട്ട് പല കളേഴ്സ്, ഷാർപ്പ് കളേഴ്സ് വരുന്നു. കുഞ്ഞുങ്ങൾ ഓവറായിട്ട് സ്റ്റിമുലേറ്റഡ് ആകും. അത് അവർക്ക് ചീത്തയാണ്. അപ്പോൾ ആരെങ്കിലും ബന്ധുക്കളോ ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടം കൂടിയിട്ടോ ഒക്കെ കുഞ്ഞുങ്ങൾ ഒരുപാട് ചിരിച്ച് മറിഞ്ഞ് കളിച്ച് ഓടി അങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ ഒന്ന് എടുത്തുകൊണ്ട് പോയി ആ എൻവയോൺമെൻറ്റിൽ നിന്ന് കുറച്ച് നേരം മാറ്റി
ഇച്ചിരി ക്വയറ്റായിട്ടും കൂടി ഇരിക്കണം. ആ ഓവർ സ്റ്റിമുലേഷൻ ഒട്ടും നല്ലതല്ല. അതിൻ്റെ അത്രയും സന്തോഷത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കുറച്ച് കഴിയുമ്പം ഉണ്ടാകാൻ പോകുന്നത്. ഇത്രയും നേരം കളിച്ചുകൊണ്ടിരുന്ന കൊച്ച ഇപ്പം എന്നാന്ന് അറിയത്തില്ല, കരച്ചിലോട് കരച്ചിൽ, കണ്ണ് കിട്ടിയതാണെന്ന് തോന്നുന്നു പറയും. കണ്ണൊന്നും കിട്ടിയതല്ല, ഓവർ സ്റ്റിമുലേറ്റഡ് ആയതാണ്. ഓവർ സ്റ്റിമുലേഷനും കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ സ്ട്രെസ്ഫുൾ ആവാം കുഞ്ഞുങ്ങൾക്ക്. അത് വലിയ ബഹളത്തിന് കാരണമാവും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിടുന്ന പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ആ പ്രശ്നം കുറച്ച് റിയലാട്ടോ. അപ്പം ഞാൻ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, കുളിച്ചുകൊണ്ടിരിക്കുമ്പം തുടങ്ങുന്ന കഥ ഞാൻ ഉടുപ്പിട്ട് കഴിയുമ്പോഴേ കുഞ്ഞറിയത്തുള്ളൂ ഉടുപ്പിട്ട് കഴിഞ്ഞെന്ന്. അങ്ങനെയൊക്കെ ചെയ്താണ് ഞാൻ ഇടിയിച്ചുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സാകുമ്പം ഉണ്ടാകുന്ന ഈ ഉടുപ്പിനോടുള്ള അലർജി സമ്മതിച്ച് കൊടുക്കരുത്. ഉടുപ്പിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നടത്തണം. അടിവസ്ത്രം ഇട്ട് തന്നെ കുഞ്ഞുങ്ങൾ നടക്കണം. ആ നിക്കറൊക്കെ ഇടേണ്ടത് തന്നെയാണ്. അപ്പം വലിയ ചൂടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ലൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുക. വസ്ത്രം ഇടിച്ച് തന്നെ കുഞ്ഞുങ്ങളെ നടത്തുക. അവർക്ക് ഇതിനോടൊരു വിരോധം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ അവരെ ചൂസ് ചെയ്യാൻ സമ്മതിച്ചോ. ഇന്നത്തെ ഉടുപ്പ് ചൂസ് ചെയ്യുന്ന കുഞ്ഞാണ്, ഏതാണ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നൊരു പ്രായമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ഇടേണ്ട ഉടുപ്പ് ചൂസ് ചെയ്തത് ഞാനാണ് എന്ന് പറയുമ്പോൾ അവർക്കതൊരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ. അവർക്ക് ഞാനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു സന്തോഷം അവർക്ക് വരും. കിട്ടിക്കോട്ടെ. അതങ്ങനെ അവരെ ചൂസ് ചെയ്യാൻ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ കഥയൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്തോ ചെയ്ത് ഈ കാര്യം നമ്മൾ നടത്തിയെടുക്കണം. അവരിടത്തില്ലേ എന്ന് പറഞ്ഞാൽ ആ വഴി വിട്ട് ആ വഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ടാൻട്രം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അതിനെല്ലാം ഗിബിൻ ചെയ്യരുത്. നമ്മളും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം, കുറച്ചധികം പേഷ്യൻ്റ് ആയിരിക്കണം. 2 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോഴേ മൈ ഹാർട്ട് ഗോസ് ഔട്ട് ഫോർ ദം. കാരണം അത്രയും പ്രശ്നമാണെന്ന് എനിക്കറിയാം. ഈ ടാൻട്രംസ് ഒക്കെ ഉണ്ടല്ലോ ചെറിയ കാര്യത്തിനാണ്. ഞാനിപ്പോൾ ബ്രഷിൽ പേസ്റ്റ് തേക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതുപോലത്തെ ചില കാര്യങ്ങൾക്കാണ്. നേരത്തെ അമ്മ എൻ്റെ റൈറ്റ് സൈഡിലാണ് കിടന്നത്, ഇന്ന് അമ്മ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടന്നു. പറ്റത്തില്ല ചേട്ടാ, ഞാൻ റൈറ്റ് സൈഡിൽ കിടക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മാറിയാലും ആ പ്രശ്നം തീരത്തില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. അവർക്ക് എന്തൊക്കെയോ ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് പറയണമെന്നുണ്ട്. അത് മൊത്തം അവർക്ക് പറയാൻ പറ്റുന്നുമില്ല. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു തിരിച്ചറിവും കൂടെ വരുന്നൊരു പ്രായമായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്തായാലും അത് പോകെ അങ്ങനെ മാറും. ചിലർ പറയും ശീലമാകുമെന്ന്. അതും ആവാം. നമ്മളതിനെ ഡീൽ ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും. എന്തായാലും അതങ്ങോട്ട് ശരിയാവും, സെറ്റിലാവും. അത് നെവർ എൻഡിങ് ആണ്. എൻ്റെ കൊച്ചിന് മാത്രമുള്ളതാണ്, ഞാനെന്തോ തെറ്റ് ചെയ്തു, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. അത് സെറ്റിൽ ഡൗൺ ചെയ്യും. ആ ഒരു അഡമൻസും ആ ഇൻഡിപെൻഡൻസ് എക്സ്പ്രസ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ആ വാശിക്കെല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുക്കണ്ട. ആ വാശിയെ മറികടക്കാൻ നമ്മൾ തന്നെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളൊന്ന് മാറി ചിന്തിച്ചൊന്ന് പോയാൽ മതി. കുറച്ച് ക്രിയേറ്റീവായി ചിന്തിച്ചാൽ മതി. അമ്മമാരായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാരായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്രിയേറ്റീവ് ആകും. നമ്മൾ പല സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ തന്നെ പല മാർഗങ്ങളും കണ്ടെത്തും. അതുകൊണ്ട് ആ 2 year ടാൻട്രം ഈസ് റിയൽ. അതിനെ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. അതിനെ നമ്മൾ എല്ലാം സമ്മതിച്ച് കൊടുക്കുന്നതല്ല ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഒന്നും സമ്മതിച്ച് കൊടുക്കാതിരിക്കലും അല്ല. നമ്മളതിങ്ങനെ ഒരു നയത്തിലും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക.